മമ്മൂട്ടി ഒരു മുസൽമാനായത് തെറ്റാണോ? മമ്മൂട്ടി ഒരു പാർട്ടിക്കാരനായത് തെറ്റാണോ? നമ്മളിപ്പോൾ മതം രാഷ്ട്രീയവും ഒന്നും അല്ലല്ലോ. നമ്മളൊരു അഭിനയം കാണുമ്പം ഒരു അഭിനയം കാണുമ്പോൾ അയാൾ ബെസ്റ്റായിട്ട് അഭിനയിച്ചു, ഇയാൾ ഏത് മതമാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയമാണ് നമ്മൾ ഒരിക്കലും പറയാറില്ല. പക്ഷേ ഇക്കാലത്തെന്നല്ല, മമ്മൂട്ടിക്കുള്ള അവഗണന ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. 1999 2000 കാലഘട്ടത്തിന് ശേഷം മമ്മൂട്ടിക്ക് 10-26 കൊല്ലത്തോളം നമ്മൾ ആലോചിച്ച് നോക്കുക, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡുകൾ, മികച്ച നടനുള്ള അവാർഡുകൾ കിട്ടിയിട്ടേ ഇല്ല. അതിന് മുമ്പ് കിട്ടിയതാണ് 3 നാഷണൽ അവാർഡുകൾ. പത്മശ്രീ അതിന് മുമ്പ് കിട്ടിയതാണ്. മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വരെ കിട്ടി. മോഹൻലാൽ മികച്ച കഥാപാത്രം ചെയ്താൽ മികച്ച നടൻ, അത് ആർക്കായാലും വേറെ ആർക്കായാലും മമ്മൂട്ടി ഒഴിച്ച് ബാക്കി ആർക്കും കിട്ടും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? മമ്മൂട്ടിയുടെ മതം ശരിക്കും നോക്കുന്നുണ്ട്, മമ്മൂട്ടിയുടെ രാഷ്ട്രീയം ശരിക്കും നോക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണെന്നുള്ളത് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അല്ലു അർജുനും ബാക്കിയുള്ളവർക്ക് പോലും, മികച്ച ഷാരൂഖ് ഖാന് പോലും മികച്ച നടനുള്ള അവാർഡ് കിട്ടുമ്പം ഇത്രയും വിസ്മയിപ്പിക്കുന്ന, അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ഈ അവാർഡുകളൊന്നും കിട്ടുന്നില്ല? പരമോന്നത ബഹുമതികളെല്ലാം കിട്ടേണ്ട സമയം ആദ്യമേ കിട്ടേണ്ട നടൻ തീർച്ചയായും മമ്മൂട്ടി തന്നെയാണ്. അതിനകത്ത് പല നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മോഹൻലാൽ തീർച്ചയായും അർഹനാണ്. പക്ഷെ ഒരു പിടി അല്ലെങ്കിൽ അതിനോടൊപ്പം അർഹനാണല്ലോ മമ്മൂട്ടി. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പക്ഷേ ഇപ്പൊ നമുക്കൊരു ചാരിതാർത്ഥ്യമുള്ളൊരു നേരമാണ്. കാരണം ഫെബ്രുവരി 12 ഓസ്കാർ അക്കാദമിയിലേക്ക് ബ്രഹ്മയുഗത്തിന്റെ അഭിനയത്തിന് മമ്മൂട്ടിയും അതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് രാഹുൽ സദാശിവനാണ്, അവരെ ക്ഷണിച്ചേക്കാണ്. ഇത്രയും അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നൊരു നല്ല ന്യൂസ് പേപ്പറിലോ നല്ല മീഡിയയിലോ ഒരു നല്ല റൈറ്റപ്പോ വലിയ ഗംഭീര കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഇത് മമ്മൂട്ടി ആയതുകൊണ്ടാണ്. അവിടെ എല്ലാം മമ്മൂട്ടിക്ക് എല്ലാവർക്കും ഒരു വേർതിരിവുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്നത് തിരിച്ചാണ്. എല്ലാ പാർട്ടി അണികളുമായിട്ടും അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ അല്ല ഇടപെടുന്നത്. പുത്തൻ സംവിധായകരെ കൊണ്ടുവരുന്നു. അതിപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് പുത്തൻ ചിത്രം ചെയ്യുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ വയസ്സ് 85 മമ്മൂട്ടിക്ക് 75 ആകും. അന്നേരം 75 വയസ്സാണ് 75 വയസ്സുകാരനും ചേർന്ന് 85 വയസ്സുകാരൻ 75 വയസ്സുകാരനും ചേർന്ന് സിനിമ ചെയ്യുന്നു. എന്നാൽ മമ്മൂട്ടി 20 വയസ്സുകാരനെയും 21 വയസ്സുകാരനെയും വെച്ച് പടം ചെയ്യുന്നു. ഇങ്ങനെ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്ന മമ്മൂട്ടി പുത്തൻ സംവിധായകരെയും പുത്തൻ നടന്മാരെയും എല്ലാവരെയും കൊണ്ടുവരികയും സിനിമയിലെ ഇതുവരെയും താൻ ചെയ്യാത്ത കഥാപാത്രങ്ങൾ കൊതിയോട് ചെയ്യുകയും നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിക്ക് ഇതെല്ലാം അവഗണന മാത്രമാണ്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റി, ജാതി മതം ഒക്കെ നമ്മൾ പറയും, ഇതൊന്നും നമുക്കില്ല, അതെല്ലാം മാറ്റി മമ്മൂട്ടിക്ക് കൃത്യമായിട്ടുള്ളതിന് മാത്രം അവാർഡ് കൊടുത്താൽ തന്നെ മമ്മൂട്ടിക്ക് ഇഷ്ടംപോലെ അവാർഡ് കിട്ടാം. എന്തായാലും ബ്രഹ്മയുഗം ഒരു അഭിമാനയുഗം തന്നെയാണ്. ഓസ്കാർ വേദിയിൽ ഒരു ജാതി മതം ഇല്ലാതെ മമ്മൂട്ടി അങ്ങ് ലോകത്തിന്റെ നിറുകയിൽ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യം ഒന്നുകൊണ്ട് മാത്രമാണ്.